പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമല ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു അമ്മ മനസ്സോടെയാണ് ജനപ്രതിനിധികൾ ഇവിടേക്ക് വരുന്നതെന്ന് അമല ടീച്ചർ പറഞ്ഞു. സുഗതകുമാരിയുടെ കവിതയും ടീച്ചർ ചൊല്ലി. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത വിവിധ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സാമൂഹിക വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്ന ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്നതായിരുന്നു ഈ വർഷത്തെ പ്രവേശനോത്സവം. വൈസ് പ്രസിഡന്റ് ഷൈനി അധ്യക്ഷയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പഞ്ചായത്ത് മുൻകൈ എടുത്ത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ ബഡ് സ്കൂളും പരിസര പ്രദേശങ്ങളും ഒക്കെ ശുചിയാക്കുകയും അതുപോലെ അതിൻ്റെ മേൽനോട്ടം വഹിച്ച പഞ്ചായത്തിലെ ജീവനക്കാരാണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ല ഒരുക്കം നടത്തുകയും ചെയ്തു. അതുപോലെ ഇവർക്ക് സ്നേഹ സമ്മാനം നൽകി. പഞ്ചായത്തിൻ്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് പഠനോപകരണങ്ങൾ സമ്മാനമായി നൽകിയാണ് നമ്മൾ ഈ കുട്ടികളെ സ്നേഹത്തോടെ വരവേൽക്കുന്നത്. മറ്റ് സ്കൂളുകളിൽ നിന്ന് വിഭിന്നമായി നമ്മൾ പ്രവേശനോത്സവത്തിന് 1ാം ക്ലാസ്സിലേക്ക് പുതിയതായി ചേരുന്ന കുട്ടികൾക്കാണ് സമ്മാനം നൽകുന്നതെങ്കിൽ നമ്മുടെ ബഡ് സ്കൂളിൽ അങ്ങനെയല്ല, എല്ലാവർക്കും സമ്മാനം കൊടുക്കണം. പിന്നെ ഒരു പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മ മനസ്സോടുകൂടിയാണ് ഞങ്ങൾ ഈ ബഡ് സ്കൂളിനെ സമീപിക്കുന്നത് എന്ന കാര്യം ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന പ്രസിഡന്റ് ഒരു വനിതയാണ്, അതുപോലെ വൈസ് പ്രസിഡന്റ് വനിതയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ 3 പേരുള്ളതിൽ 2 പേര് വനിതകളാണ്. അതുപോലെ നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഇതിൽ നോക്കുകയാണെങ്കിൽ സെക്രട്ടറി വനിതയാണ്, AS വനിതയാണ്, അതുപോലെ നമ്മുടെ സൂപ്രണ്ട് വനിതയാണ്. അങ്ങനെ മൊത്തവും വനിതകൾ ഉള്ള ഒരു അമ്മ മനസ്സോടുകൂടി നമ്മുടെ ബഡ് സ്കൂളിലെ മക്കളെ സ്വീകരിക്കുന്ന ഒരു നമ്മൾ പോട്ടെ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചേർന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ അത്രയും കരുതലോടുകൂടിയാണ് നമ്മുടെ ബഡ് സ്കൂളിലുള്ള ആളുകളെ കാണുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്.